അധികം കൂട്ടാനോ കറികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സമയമില്ല ഒന്നും അധികം കാര്യങ്ങൾ ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്തും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് തൈര് മുളക്. അപ്പം വീഡിയോയിലോട്ട് പോയാലോ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൈര് മുളക് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട തൈര് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന തൈരിന് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാനത് കുറച്ച് നേരമാണെങ്കിൽ നമ്മൾ ഒരു പകുതി ദിവസം ഒന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു പുളി വരും. അധികം പുളിയില്ലാത്തതാണ്. അപ്പോൾ അതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചു. പിന്നെ നമുക്കിതൊന്ന് ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ഒട്ടും സമയമാണെങ്കിൽ എടുക്കേണ്ട, നമ്മൾ മോര് കാച്ചുന്ന സമയം പോലും എടുക്കേണ്ട കാര്യമില്ല. ഇതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഉപ്പിടുന്ന സമയത്ത് അധികം ഉപ്പ് കൂടി പോകാതെ കുറച്ച് ഇടുകയാണെങ്കിൽ, വീണ്ടും ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ വേറെ ഒരു പാനിലോട്ട് ഇത് മാറ്റുന്നുണ്ട് തൈര്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കടുക് പൊട്ടിച്ച് ഈ ഒരു പാത്രത്തിലോട്ട് ഇരിക്കും. ചിലപ്പോൾ ഇതിലോട്ട് ഒഴിക്കുമ്പം ഈ ഒരു പാത്രം പൊട്ടിപ്പോയാലോ. നേരത്തെ ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ചൂട് ഒഴിച്ചിട്ട് അത് അതേപോലെ അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ സേഫായിട്ട് എപ്പോഴും ചെയ്യും. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഈ തൈര് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ എടുക്കണമെങ്കിൽ രാവിലെ ആണെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിന് വേണ്ടിയുള്ള മുളക് എടുത്തേക്കുന്നത് അധികം എരിയില്ലാത്ത മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നടുക്ക് ഒന്ന് കീറി കൊടുക്കാം. ഫുള്ള് ഞാൻ കീറി മാറ്റിയെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു നടുക്ക് മാത്രം ഒരു കീറൽ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ഈ നടുക്ക് കീറി കൊടുത്തു കഴിയുമ്പം ഈ ഒരു തൈരും അതുപോലെ ഉപ്പും ഇതെല്ലാം ആണെങ്കിൽ ഈ മുളകിൽ നന്നായിട്ട് പിടിച്ച് അത് കഴിഞ്ഞിട്ട് ആ ഒരു തൈരിൽ കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ടാണെങ്കിൽ അങ്ങ് സോഫ്റ്റ് പോലാവും. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഈ മുളക് ഉടച്ച് കഴിക്കുന്ന ചോറ്, ആഹാ എന്താ അടിപൊളി! നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ മുളക് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ എടുക്കാൻ. ഒന്ന് തുടച്ച് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒന്ന് തുടച്ചെടുക്കണേ. വെള്ളമായി ഒട്ടും കാണരുത്. ഇനി നമുക്ക് പാനാണെങ്കിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി കടുക് പൊട്ടിക്കും. കടുകും ഉലുവയും കൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കടുകും ഉലുവയും കൊണ്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. മുളക് തൈര് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് എടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അതുപോലെ പച്ചമുളക് ഇനി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, കുറച്ച് കയ്യെല്ലാം മാറി നിൽക്കുന്നതായിരിക്കും സേഫ്. കാരണം മുളക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കി സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിലോ മൂക്കിയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പേടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കവർ ചെയ്യുന്ന പോലെ ആണെങ്കിൽ ഒന്ന് വെച്ച് സേഫായിട്ട് നിന്നിട്ട് ഈ മുളകൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാവൂ. കാരണം എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേന് ഇത് പൊട്ടിത്തെറിക്കും. പക്ഷേ ഇത് ഓക്കെ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഓക്കെ ആണത് കേട്ടോ. അപ്പോൾ നന്നായി. ഇത് ആണെങ്കിൽ ഇങ്ങനെ മുളക് ഇങ്ങനെ കാണുമെങ്കിലും അധികമൊന്നുമല്ല, ഒട്ടും എരിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ അതിൻ്റെ അകത്തെ സീഡ്സ് ഒന്നും അതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും ഇതിനൊട്ടും എരിവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളകാണ് താല്പര്യമെങ്കിൽ ഈ കറിക്കാണെങ്കിൽ കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക്, നാടൻ മുളകാണെങ്കിൽ ഇടുവാണെങ്കിൽ നന്നായിട്ട് എരിവ് കൂടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ മോനൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ്. എരിവൊക്കെ ഒരുപാടായിക്കഴിഞ്ഞാൽ അവനത് കൂട്ടത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു മുളക് എടുക്കാൻ കാരണം. ഇതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയോ വേറെ ഒരു പൊടികളോ നമ്മളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല.
മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. കായത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിതിൽ നന്നായിട്ട് വേണ്ടിയത്. ഈ ഒരു മുളകാണെങ്കിൽ ഈ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നതിനൊപ്പം ഈ കായത്തിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും കായത്തിൻ്റെ മെയിനായിട്ട് ഒരു ടേസ്റ്റ് ഈ മുളകിനുള്ളിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ ഈ തൈരിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരമൊക്കെ വെച്ച് അത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പിന്നാണ് ആ ചോറിൻ്റെ കൂട്ടിട്ട് ഇളക്കി കഴിക്കുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മുളകിൻ്റെ പുറഭാഗമൊക്കെ കണ്ടോ, കളറൊക്കെ മാറി ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം തീയിടേണ്ടത്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. എണ്ണ ചൂടായി കിടക്കുന്നത് കാരണം കൊണ്ട് പൊടികൾ ഇടുന്ന സമയത്ത് ഒരുപാട് ചൂട് തോന്നുവാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈരിലോട്ട് ഈ മുളകിൻ്റെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒട്ടും നമ്മൾ വെള്ളമൊന്നും കൂട്ടി ഇളക്കി എടുത്ത് വെക്കരുത്. മോര് പരുവത്തിലല്ല നമുക്ക് കിട്ടേണ്ടത്, ഈ ഒരു തൈര് പരുവത്തിൽ തന്നെ കിട്ടണം. ഒരു തിക്കായിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ടേസ്റ്റ് നന്നായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി എടുക്കാം. കാണുമ്പം തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുന്നില്ലേ? ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ 8 മിനിറ്റ് കാണും ഈ വീഡിയോ, പക്ഷേ ഇതിൻ്റെ ഈ 8 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എത്ര പെട്ടെന്നാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇത്, പക്ഷെ അറിയാത്തവർ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകില്ല കേട്ടോ. മോര് കാച്ചിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ സമയമൊക്കെ എടുക്കുമല്ലോ. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇടും. പിന്നെ അതുപോലെ ഉലുവാപ്പൊടി ഒക്കെ ഇടും. ഉലുവാപ്പൊടിക്ക് പകരം നമ്മളാണെങ്കിൽ കടുക് പൊടിച്ച സമയത്ത് ഉലുവയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഇതല്ലേ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.